ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എനിക്ക് പേടിയാണ്. ആ നഷ്ടക്കുകൾ 3 ദിവസം കഴിഞ്ഞ് ഉയർത്തുമെന്നൊക്കെ പലതവണ തോന്നി. അയാളുടെ മരണം പോലും നേരത്തെ പ്രവചിച്ചിരുന്നു. അവസാന നിമിഷം പോലും തന്നെ ഉപദ്രവിച്ച് ആ സൈന്യാധിപതി സൗഖ്യം കൊടുത്തത് നീ കണ്ടില്ല. ഒന്നും സംഭവിക്കില്ല. കുരിശിൽ നിന്ന് മറികടക്കാൻ സാധിക്കാത്ത ഇവനാണോ ഉയർത്തെഴുന്നേൽക്കാൻ? ലോകചരിത്രത്തിലാരെയും ഉയർത്തെഴുന്നേറ്റതായി നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാലും ഒരെന്നാലും അവന്റെ ശിഷ്യന്മാർ മിക്കവാറും അവന്റെ ശരീരം എടുത്തു മാറ്റുന്നുണ്ട്. കൈയോടെ നമുക്കത് പിടിക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ സുഹൃത്ത് കുട്ടികൾ അവതരിപ്പിക്കുവാൻ പഴയവരെ തന്നെ അനുവദിക്കുന്നു. അനുവദിച്ചാൽ തന്നെ ആരാണ് നമുക്ക് വേണ്ടി സൗകര്യത്തിന്റെ വാതിൽക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുക? ഈ ഒരു രാജ്യത്തിന് ഉറങ്ങാതെ കാത്തിരുന്നത് അതിനാലെ തന്നെ അവന്റെ എത്താനായിരുന്നു. സ്ത്രീയെ എന്തിനാണ് കരയുന്നത്? എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. ഭയപ്പെടേണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെ ഇല്ല. താൻ ടൈപ്പ് ചെയ്തതുപോലെ അവൻ ഉപയോഗിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു.
നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു, നിത്യവെളിച്ചത്തിൻ രാജാവ് എഴുന്നള്ളുന്നു. മഹത്വത്തിൻ രാജാവാരാകുന്നു, ഈ വെളിച്ചത്തിൻ രാജാവാരാകുന്നു. സൈന്യത്തിൻ കർത്താവ് എഴുന്നള്ളുന്നു, ലോകനായകനാം നാഥൻ എഴുന്നള്ളുന്നു. മഹത്വത്തിന്റെ വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു, നിത്യവെളിച്ചത്തിൻ രാജാവ് എഴുന്നള്ളുന്നു. മഹത്വത്തിൻ രാജാവാരാകുന്നു, ഈ വെളിച്ചത്തിൻ രാജാവാരാകുന്നു. സൈന്യത്തിൻ കർത്താവ് എഴുന്നള്ളുന്നു, ലോകനായകനാം നാഥൻ എഴുന്നള്ളുന്നു. വെള്ളി വെളിച്ചത്തിൽ മുങ്ങി വിളങ്ങുന്നു, നിത്യമനോഹര